ഞങ്ങള് രാവിലെ ഇവിടെ എത്തി. കുഞ്ഞാ ഫോട്ടോ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എവിടേക്കാണ് നിനക്ക് പോകണ്ടേ? അവ അങ്ങോട്ട് നോക്കണേ. ശരിക്കും ഓണത്തിന്റെ ആ ഒരു പ്രസൻസ് കീർത്തനയാണല്ലോ. മുല്ലപ്പൊക്കെ വെച്ച് ശരി വാ നമുക്ക് പോടാ. വരച്ചതിന് കഴിക്കാം. പോവാ നമുക്ക്. ഇതിനൊന്നും നോക്കണ്ട, നമുക്ക് പോവാം. ഒരു ബ്ലം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് വീടില്ലേ. പോയി പോയി അമ്മ പൂവൊക്കെ പോയി. അതെന്താന്ന് നോക്ക്, ഇവിടെയൊക്കെ ചെറു ചെറുത്, അവിടെയൊക്കെ വലുത് വലുത്. ഇനി ചോപ്പ് വേണമ്മാ. ഇല്ല ഈ ചോപ്പിൽ തന്നെ അഡ്ജസ്റ്റ് ആക്കണം. കണ്ട അത് ഇവിടെ ഒന്നും ഇല്ല. ഈ അറ്റം കറക്റ്റ് ഈ കോർണർ മാത്രം ആക്കിയാൽ മതി. ആ അങ്ങനെ ഞങ്ങൾ പൂടുന്ന തിരക്കിലാണ്. ഏട്ടൻ്റെ ഡിസൈനാണ് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പൂവിടണത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ കാണിക്കാണ് കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞെന്ന പോലെയൊക്കെ കുറേ ഇട്ടു. കുഞ്ഞും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛമ്മയും കൃപയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉത്രാടായതുകൊണ്ട് നമുക്കിന്ന് വീട്ടിലാണ് സദ്യ. കാരണം അമ്മയ്ക്ക് ഇന്നാണ് ലീവ് കേട്ടോ. അപ്പോൾ ഇന്നാണ് സദ്യ. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പേ ഇവർ ഫുഡൊക്കെ റെഡിയാക്കി. ക്യാബേജ് തോരൻ, അവിയൽ, അതേപോലെ തന്നെ ഇതെന്ത് ഇഷ്ടമാണ് തോന്നുന്നു, ഇഷ്ടു. പിന്നെ ബീട്രൂട്ട് പച്ചടി, കൂട്ടുകറി, പിന്നെ പയർ തോരൻ, പിന്നെ ഇഞ്ചിപ്പുളി, അങ്ങനെ സാമ്പാർ, പിന്നെ പഴം നമ്മൾ നെയ്യിലിട്ട് വെക്കില്ലേ, ആ ഒരു സാധനം കേട്ടോ. പിന്നെ പായസം നമുക്ക് 2 കൂട്ടം ഉണ്ടായിരുന്നു. പാലട പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറുപയർ പായസം ഉണ്ടായിരുന്നു. പിന്നെ രസം, പിന്നെ ചോറ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഓണം. തലേ വെക്ക് മുല്ലപ്പൂ നാളേക്ക്. ഇവള് പിന്നെ ഉണ്ടോ? അപ്പൊ നമുക്ക് ഒപ്പം ഇരിക്കണ്ട ചോറിനേ. നന്ദൂരപ്പ് ചോറിനാണ്. അപ്പൻ്റെ അടുത്ത് പായസം വേണോ ചോദിക്ക്. പായസം മീനാന്ന്. എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? മമ്മിക്കോ? അയ്യോ മങ്കേ. ഞാൻ പിള്ളേരെ രാത്രി സിനിമയ്ക്ക് പോട്ടെ. മറ്റേത് കാണാൻ പോവാ. കണ്ടിട്ടില്ല പടം. കീർത്തന ഒരേ ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. കീർത്തന കല്യാണമായി. കീർത്തനെ നോക്കൂ, ഒരു സ്മൈൽ. കൃപാണ് നമ്മൾ കേട്ടാ. ഞാനാ എടുക്കുന്ന അറിയണ്ട. ഇതാ മുത്തശ്ശിന്റെ ഒപ്പം പോവാണോ? മുത്തശ്ശിന് ചേറിലെടുത്തിട്ട് എടുക്കടി. ഇവിടെ വന്നെടുക്കടി. ഇല്ലടി ഫോട്ടോഷൂട്ട് ഗൈസ്. നാളെ നമ്മൾ ശരിക്കും ഫോട്ടോഷൂട്ട്. നാളെ സാരിയെ കൊടുത്ത് ഫോട്ടോ എടുക്കാം അല്ലേ?
നാളെ ഒരുങ്ങല്ലേ? നാളെ വീണ്ടും അഗൈൻ. ലൂക്കേ പട്ട ചിരിക്കടാ. ഇവിടെ വന്ന് വിളിക്കടി, ഇവിടെ വന്ന് വിളിക്കടി. ആ സുന്ദരി ആ മമ്മി അവിടെ പോയിട്ട് അവിടെ പോയി. ആ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് കഴിച്ചില്ലേ? പാട്ട ബീജിയം അത്ര വേണ്ടല്ലടാ. അങ്ങനെ തന്നെ. ഗൈസ് അവള് വളർന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു വായ എടുത്തല്ലോ, ഞാൻ പറഞ്ഞില്ലേ? അല്ല വളർന്ന് താരി തെറ്റാണ് പറയുന്നത്. അങ്ങനല്ല, ഫസ്റ്റ് ഇഞ്ചിപ്പുളിയാ വളർന്നത്. അയ്യോ ഞാൻ അങ്ങനെ പറയണ്ട, ഞാൻ വീഡിയോ കമന്റ് ചെയ്ത് അമ്മ ടെൻഷനാവും. എത്ര മകൻ എന്തൊക്കെയാണ്? ഇഞ്ചിപ്പുളി, ക്യാബേജ് കറി, അവിയല്, മറന്നൂല്ലേ? ബീറ്റ്റൂട്ട് പച്ചടി, പയറ്, കൂട്ടുകറി, ഇഷ്ടടി ഇഷ്ടോ അപ്പൊ സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സൈഡായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് ഒരു എൻഡിങ് ഇടാന്നുണ്ട്. അപ്പം ഇന്ന് ഉത്രാടമായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അന്ന് സദ്യയൊക്കെ. കാരണം അമ്മയ്ക്ക് ഇന്നാണ് ലീവുള്ളൂ. പിന്നെ അച്ഛനെ വീഡിയോയിൽ കണ്ടിട്ടില്ല. അച്ഛൻ ഇന്ന് പണിക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ ഇന്ന് വർക്കുണ്ട്. അപ്പം അച്ഛൻ പോയിരിക്കുകയാണ്. അപ്പം നാളെ ഇനി അമ്മയ്ക്ക് വർക്ക് ഉണ്ടാവും. അപ്പം അമ്മ ഒന്ന് വന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വെച്ചു. നാളെ നമ്മൾ തറവാട്ടിലാണ്, അതായത് അച്ഛമ്മയുടെ അവിടെയാണ് കേട്ടോ നമ്മൾ ഏട്ടൻ കണ്ടത്. അച്ഛമ്മയുടെ അവിടെയാണ് നമ്മൾ നാളെ തിരുവോണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പം ഇന്ന് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. നേരത്തെ കുറച്ച് ഏട്ടത് കിട്ടിയിട്ട് ഏട്ടൻ ഇപ്പോൾ വീണ്ടും തടി വെച്ചു ഗൈസ് സൈഡിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഫ്ലോ ഫുള്ള് പോയി. അപ്പം ഉത്തരാടം നമ്മൾ ഇവിടെയാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത്. ഇനി തിരുവോണം നമ്മൾ നാളെ എന്താ പറയുക ഏട്ടൻ തറവാട്ടിലായിരിക്കും സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കും. നാളെ നിന്നിട്ട് നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പോകുള്ളൂ. പിന്നെ നാളത്തെ കാര്യങ്ങളൊക്കെ നാളെ പറയാം. നാളെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ തിരുവോണം വീഡിയോ ഉണ്ടാകും. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു. അനിയത്തി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉറങ്ങുകയാണ്. ചെക്കൻ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാനുമായിട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളിൽ സദ്യയൊക്കെ കഴിച്ച് സൈഡായി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. നാളെ നമ്മൾ തിരുവോണം വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ, സീ യു.